ഡോക്ടർ അരുന്ധതിയുടെ ക്യാബിൻ. ഉച്ചയ്ക്ക് ശേഷമുള്ള പേഷ്യൻസിനെ എല്ലാം നോക്കിക്കഴിഞ്ഞ് ചെയറിൽ ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. അണിഞ്ഞിരുന്ന കറുപ്പ് നിറത്തിലെ കോട്ടൺ സാരിയുടെ തുമ്പറ്റം കയ്യിൽ ചുരുട്ടി പിടിച്ചവൾ ഓരോന്നോർത്തു. അവളൊരു ഡോക്ടർ ആവുക എന്നുള്ളതായിരുന്നു അവളുടെ അപ്പൻ ജേക്കബിൻ്റെ വലിയ സ്വപ്നം. അപ്പച്ചനും അമ്മച്ചിക്കുമുള്ള ഒരേ ഒരു പുത്രി. താഴത്തും തലയിലും വെക്കാതെയാണ് അരുന്ധതിയെ അവർ വളർത്തിയത്. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് പൊന്നെ തേനെ എന്ന് വിളിച്ച് വളർത്തിയ മകളെ ഉപേക്ഷിച്ച് ഒരാക്സിഡൻറ്റിൽ അവർ സ്വർഗത്തിലേക്ക് പോയി. ബന്ധുക്കൾക്കാർക്കും ഏറ്റെടുക്കാൻ താല്പര്യമില്ലാതിരുന്ന അരുന്ധതിയെ അനാഥാലയത്തിലാക്കി. അങ്ങനെ +2 കാലം തൊട്ട് അവൾ പഠിച്ചത് സ്പോൺസർഷിപ്പിലാണ്. ആരാണ് സ്പോൺസർ എന്ന് പിന്നെയും വർഷങ്ങൾക്ക് ശേഷമാണ് അവൾ അറിഞ്ഞത്. സൈക്കോളജി പഠനകാലത്ത് അവളെ കാണാൻ ഒരു ഉച്ച സമയത്ത് കോളേജിലെത്തിയ ആ ആൾ. അവൾ പതിയെ അയാളുടെ മുഖം ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആ കണ്ണുകൾ, പ്രതീക്ഷയോടെ ഈ ലോകം മുഴുവൻ പ്രതിഫലിക്കുന്ന ആ കണ്ണുകൾ. മാം, ഒരു വിസിറ്ററുണ്ട്. സിസ്റ്ററിൻ്റെ ശബ്ദം കേട്ടവൾ കണ്ണു തുറന്നു. മുഖം കൊണ്ട് കൈ തുടച്ച് സിസ്റ്ററിനെ നോക്കി ഒന്ന് മൂളി. സാധാരണ ഈ സമയത്ത് വിസിറ്റർ വരാറില്ല. പേഷ്യൻസ് ആരെങ്കിലും ആണെങ്കിൽ തന്നെ നേരത്തെ അറിയിച്ചിട്ടേ വരാറുള്ളൂ. പിന്നെ ഇതാരാണാവോ എന്നോർത്ത് അവൾ ചെയറിൽ നേരെയിരുന്നു. ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ട് അരുന്ധതി തല ഉയർത്തി നോക്കി. വാതിൽക്കൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ചെറുതായി ഒന്ന് ഞെട്ടി. മേ ഐ കമിൻ? ചെറു ചിരിയോടെ നിൽക്കുന്ന അവനെ കണ്ട് അവൾ ഗൗരവത്തോടെ പറഞ്ഞു. യെസ്. അതേ ഡോക്ടർ, എനിക്ക് കുറച്ച് ദിവസമായി തീരെ ഉറക്കമില്ല. ഇഷ്ടപ്പെടുന്ന ആളെ കാണാഞ്ഞിട്ടാകുമോ അങ്ങനെ? ടേബിളിന് മുന്നിലെ ചെയറിൽ വന്നിരുന്ന കിന്നാരം പറയുന്നവനെ അരുന്ധതി കണ്ണുരുട്ടി നോക്കി. ലുക്ക് മിസ്റ്റർ കാശിനാഥ്, ഞാൻ തന്നോട് പലതവണ പറഞ്ഞിട്ടില്ലേ എന്നെ ഇങ്ങനെ പിറകെ നടന്ന് ശല്യം ചെയ്യരുതെന്ന്. ഞാൻ തന്നെ പേടിച്ചിട്ടാ നാട്ടിൽ നിൽക്കാതെ ഇങ്ങോട്ട് വണ്ടി കയറിയത്. അരുന്ധതിയുടെ ഗൗരവത്തോടെയുള്ള മുഖം കണ്ടവൻ പതിയെ പറഞ്ഞു. എടോ അരുന്ധതി, എനിക്ക് തന്നെ ഇഷ്ടമായിട്ടല്ലേ. തനിക്കെന്നെ പ്രണയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, വേണ്ട, പ്രേമിക്കണ്ട. പക്ഷേ ഒരു വട്ടം താൻ പറയ് എന്നെ ഇഷ്ടമല്ലാന്ന്. പിന്നെ ഞാൻ ഒരിക്കലും ശല്യം ചെയ്യാൻ വരില്ല. അരുന്ധതി ശരിക്കും വിഷമിച്ചു പോയി. ഓർഫനേജിൽ മാസത്തിലൊരിക്കൽ കുട്ടികൾക്ക് ഡ്രസ്സും സാധനങ്ങളുമായി വരുന്ന കാശിനാഥനെ ആ 17കാരി നോക്കിയിരുന്നു. അറിയാതെ തൂണിന് പിറകിൽ ചാരി നിന്ന് അവൻ്റെ ചിരി നോക്കി നിന്ന് പുഞ്ചിരിച്ചിട്ടുണ്ട്. ഒടുവിൽ കോളേജിൽ പഠിക്കുമ്പോൾ അതേ കാശിനാഥൻ തന്നെയാണ് തൻ്റെ സ്പോൺസർ എന്ന് തിരിച്ചറിഞ്ഞ് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. നല്ലൊരു സുഹൃത്തായിരുന്നു പുറമെ. ഉള്ളിൻ്റെ ഉള്ളിൽ ആരും അറിയാതെ സൂക്ഷിച്ച പ്രണയത്തിൻ്റെ ചിറകടി അവനിലുമുണ്ടായിരുന്നു. ഒടുക്കം PGയുടെ അവസാന ദിവസം കോളേജിൽ വന്ന് അവൻ പ്രണയം തുറന്നു പറഞ്ഞപ്പോൾ സന്തോഷത്തെക്കാളേറെ ഭയമാണുണ്ടായത്. അരുന്ധതി ജേക്കബ് എന്ന ക്രിസ്ത്യാനി പെങ്കൊച്ച്, അനാഥ. അങ്ങനെയുള്ള മേൽവിലാസങ്ങളെല്ലാം അവളെ പിന്നിലേക്ക് വലിച്ചു. എന്നാൽ അവളുടെ അപകർഷതാബോധത്തിനു മുന്നിൽ കൊഴിഞ്ഞു വീഴുന്നതായിരുന്നില്ല അവൻ്റെ പ്രണയം. പിന്നെയും പിന്നെയും അവൻ പിറകെ നടന്നു. ഒടുക്കം അവൻ്റെ സ്നേഹത്തിൽ നിന്നോടി ഒളിക്കാൻ എന്നതുപോലെ ഹൈദരാബാദിലെ ഒരു ഹോസ്പിറ്റലിലേക്ക് ജോലിയും ശരിയാക്കി പോന്നു. ഇവിടെ വന്നിട്ടിപ്പോൾ 1 വർഷമാകുന്നു. ഇതുവരെയും അവനെ കണ്ടില്ല. ഒരു ഫോൺ കോളില്ല, മെസ്സേജില്ല. അവൻ മറന്നു എന്ന് തന്നെ കരുതിയവൾ. ഇപ്പോഴിതാ വീണ്ടും അതേ പ്രണയത്തോടെ അവൻ. അരുന്ധതി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്നെ പഠിപ്പിച്ചതിലുള്ള കാശാണ് വേണ്ടതെങ്കിൽ ഞാൻ തിരിച്ചു തരാം. പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിടണം. ഇത്തവണ അവളിൽ ദയനീയ സ്വരമായിരുന്നു. അപേക്ഷ പോലെ കൈകൂപ്പി പറയുന്നവളെ നോക്കി നിന്നവൻ തറഞ്ഞുപോയി. ഈ നിമിഷം വരെ താൻ എന്നെ മനസ്സിലാക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. താൻ എന്നെ ഇങ്ങനെയാണോ വിലയിരുത്തിയത്? എനിക്ക് നിന്റെ കാശൊന്നും വേണ്ട. ഇനിയൊരിക്കലും അരുന്ധതിയുടെ മുന്നിലേക്ക് കാശിനാഥൻ വരികയുമില്ല. പറഞ്ഞു തീർന്നപ്പോൾ അവൻ്റെ സ്വരമിടറിപ്പോയി. കണ്ണുകൾ ചുവന്നു. ദേഷ്യത്തോടെ കസേര വലിച്ചു മാറ്റി ഇറങ്ങിപ്പോകുന്നവനെ അവൾ നിറ കണ്ണുകളോടെ നോക്കി നിന്നു. ആ കണ്ണുനീരല്ലാതെ പകരം സ്നേഹം നൽകാൻ അവൾക്കറിയുമായിരുന്നില്ല. സുഹൃത്തിനെ കാണാൻ പോയ കാശി തിരികെ വന്നപ്പോൾ മുതൽ വല്ലാത്ത ഗൗരവത്തിലാണ്. 2 തവണ അരുന്ധതി വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല. വീണ്ടും വിളിക്കുന്നത് കണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു.
ഉച്ച കഴിഞ്ഞതും ഭക്ഷണം കഴിച്ച് വാസുദേവനും ദേവയാനിക്കുമൊപ്പം കല്ലിച്ച മനസ്സുമായി അവൻ കേരളത്തിലേക്ക് തിരിച്ചു. ഇതേ സമയം ജീവിതത്തിലെ പ്രധാനപ്പെട്ടൊരു യാത്രയിലൂടെയായിരുന്നു നിരഞ്ജനും ദേവുവും. ഇടയ്ക്കെപ്പോഴോ ട്രെയിൻ നിർത്തിയപ്പോൾ അവർ പുറത്തേക്കിറങ്ങി. നേരം രാത്രിയായി. ട്രെയിൻ ഒരു സ്റ്റേഷനിൽ 2 മണിക്കൂർ നിർത്തിയിടും. അധികം ആളൊന്നുമില്ലാത്ത ഒരു ചെറിയ സ്റ്റേഷനാണ്. അകത്തിരുന്ന് ബോറടിക്കണ്ട എന്ന് കരുതി നിരഞ്ജനും ദേവുവും പുറത്തേക്കിറങ്ങി. ആളൊഴിഞ്ഞ ബെഞ്ചിൽ ഇടം കണ്ടെത്തി അവർ ഇരുന്നു. ചുറ്റിലുമുണ്ടായിരുന്നവരിൽ പ്രായം ചെന്നവർ അവരെ തുറിച്ചു നോക്കി. അധികമാരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഇങ്ങനെയുള്ള അമ്മച്ചിമാരുടെ നോട്ടം ദേവുവിന് അസഹ്യമായിരുന്നു. നിരഞ്ജനും അത് ശ്രദ്ധിച്ചിരുന്നു. അവൻ അവളോട് പതിയെ പറഞ്ഞു, "അതേ ദേവു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ?" അവൻ ലേശം വളഞ്ഞു മൂക്ക് പിടിക്കുന്നത് കണ്ടപ്പോഴേ ഒരു പ്രൊപ്പോസൽ സീൻ ദേവു മണത്തു. കുറച്ച് ഗൗരവത്തോടെ അവൾ പറഞ്ഞു, "നിരഞ്ജൻ, വേണ്ട, ചോദിക്കണ്ട. എനിക്കറിയാം പറയാൻ വരുന്നത് എന്താണെന്ന്. ഒരു പെൺകുട്ടി ഇത്തിരി സ്വാതന്ത്ര്യത്തോടെ ഒരാൺകുട്ടിയോട് മിണ്ടിയ ഉടനെ അത് പ്രണയമാണെന്ന് തെറ്റിദ്ധരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്. നിരഞ്ജനും കൂടി അങ്ങനെ തുടങ്ങല്ലേ." നിരഞ്ജന്റെ മുഖം പെട്ടെന്ന് വാടി. ദേവു ഇങ്ങനെ പറയുമെന്ന് അവൻ ഒരിക്കലും കരുതിയില്ല. "ദേവു, ഐ ആം സോറി ഡോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല." അവനത് പറഞ്ഞു പൂർത്തിയാക്കാൻ സാധിച്ചില്ല. എന്തോ ഒരു വിഷമം പോലെ. അത് മനസ്സിലാക്കി ദേവു പറഞ്ഞു, "കുഴപ്പമില്ല, ഇനി ആവർത്തിക്കരുത് കേട്ടല്ലോ." നിരഞ്ജൻ വേഗം തലകുലുക്കി. പിന്നീട് കുറച്ചു നേരത്തേക്ക് ഇരുവരും ഒന്നും മിണ്ടിയില്ല. എന്നിട്ടും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിരഞ്ജൻ അവളോട് ചോദിച്ചു, "എന്നാലും ദേവു, തനിക്ക് എന്നോട് ഒരു ചെറിയ ഇഷ്ടം പോലും തോന്നിയിട്ടില്ലേ?" "ഇല്ലാന്ന്." ദേവു അവന് മുഖം കൊടുക്കാതെ പറഞ്ഞു. "പോ, ഞാൻ മിണ്ടൂല. ഞാൻ പോവുക." നിരഞ്ജൻ അവളോട് പിണങ്ങി എഴുന്നേറ്റ് നടന്നു. ദേവു കുസൃതി ചിരിയോടെ അവൻ്റെ പോക്ക് നോക്കിയിരുന്നു. "എവിടെ വരെ പോകും? കൂടിപ്പോയാ റെയിൽവേ സ്റ്റേഷന്റെ പുറത്ത് വരെ. അത്രയല്ലേ ഉള്ളൂ" എന്ന് കരുതി അവൾ. എന്നാൽ ദേവുവിനെ ഒന്ന് വട്ടാക്കണമെന്ന് കരുതി നിരഞ്ജൻ തിരിഞ്ഞു നോക്കാതെ നടന്നവൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെത്തി. കുറച്ചു നേരം ദേവു തിരക്കി വരുന്നതും പ്രതീക്ഷിച്ചവൻ നിന്നു. അപ്പോഴാണ് അവന് റോഷന്റെ കോൾ വന്നത്. അവൻ സമയം നോക്കിയിട്ട് ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. "ഹലോ റോഷൻ." "നിരഞ്ജൻ, ഞാൻ വിളിച്ചത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ. നമ്മുടെ ആ ചെട്ടിയാറില്ലേ, പുള്ളി കോയമ്പത്തൂരിൽ അറസ്റ്റിലായി എന്ന് ഞാൻ പറഞ്ഞില്ലേ? 3 ആഴ്ച മുൻപ് അയാൾക്ക് ജാമ്യം കിട്ടി. എനിക്ക് നിന്റെ ആക്സിഡന്റിന് പിന്നിൽ അയാളാണോ എന്നൊരു സംശയം." റോഷൻ ഗൗരവത്തിൽ പറയുന്നത് കേട്ട് നിരഞ്ജൻ ചോദിച്ചു, "അങ്ങനെയാകുമോ റോഷൻ? എൻ്റെ ആക്സിഡന്റ് അത് നോർമലി പറ്റിയതാകില്ലേ?" "അല്ല നിരഞ്ജൻ, എനിക്ക് സംശയം തോന്നാൻ കാരണം തനിക്ക് ആക്സിഡന്റ് പറ്റിയ ശേഷം ശിഖന്യയ്ക്ക് വന്ന കോളാണ്. ആ നമ്പർ ചെട്ടിയാർ കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഉപയോഗിച്ചിരുന്നതാണ്. പിന്നീട് കുറേ നാൾ അയാൾ അത് ഉപയോഗിച്ചിട്ടില്ല. പിന്നിപ്പോഴാ ശിഖന്യയെ വിളിക്കാൻ അത് ഉപയോഗിച്ചത്. അപ്പം തനിക്ക് ആക്സിഡന്റ് പറ്റിയത് അയാളുടെ അറിവോടെയാണ്." "എടോ നിരഞ്ജൻ, ശ്രീദേവ് എവിടെ? അവനോടൊന്ന് ശ്രദ്ധിച്ച് നടക്കാൻ പറയ്. അവനെ രക്ഷിച്ച നിന്നെ ആക്സിഡന്റ് ആക്കിയെങ്കിൽ അയാളുടെ ലക്ഷങ്ങൾ നശിപ്പിച്ച് അവനെ എന്താകും ചെയ്യുക?" വെറുതെ ഒന്ന് മൂളിയിട്ട് നിരഞ്ജൻ കോൾ കട്ട് ചെയ്തു. അവനെന്തോ ഒരു ഭയം തോന്നി തുടങ്ങിയിരുന്നു. ജിതിനും വർഷയും ഒക്കെയാണ് ശത്രുസ്ഥാനത്തെന്നാണ് കരുതിയത്. എന്നാൽ അതങ്ങനെയല്ല. ഇപ്പോഴിതാ കഞ്ചാവ് കടത്തുകാരൻ ചെട്ടിയാരും. നിരഞ്ജൻ ആലോചനയോടെ അവിടെയുണ്ടായിരുന്ന ചെറിയ വെയിറ്റിംഗ് ഷെഡിലേക്കിരുന്നു. എത്ര നേരം ഓരോന്ന് ആലോചിച്ചിരുന്നുവെന്ന് അവന് തന്നെ പിടിയില്ല. ഒടുവിൽ ദേവുവിനെ ഓർമ്മ വന്നപ്പോൾ അവൻ ചാടി എഴുന്നേറ്റു. നിരഞ്ജൻ ഇപ്പോൾ വരുമെന്ന് കരുതി ദേവു കാത്തിരുന്നത് 1.5 മണിക്കൂറാണ്. ഒടുവിലിനി ശരിക്കും പിണങ്ങി തനിച്ചാക്കി പോയോ എന്ന് പേടിച്ചവൾ ബാഗുമെടുത്ത് പതിയെ പുറത്തേക്ക് നടന്നു. വെയിറ്റിംഗ് ഷെഡിൽ നിന്ന് എഴുന്നേറ്റ നിരഞ്ജൻ കണ്ടത് അവന് നേരെ നടന്നു വരുന്ന ദേവുവിനെയാണ്. എന്നാൽ അവൾ നടന്നു പോകുന്നത് നോക്കി മാറി നിന്ന കുറച്ചാളുകൾ നിൽപ്പുണ്ട്. അതിലൊരുത്തൻ അവളുടെ നേരെ പോകാനടുത്തു. അപ്പോഴാണ് അവിടെ നിൽക്കുന്ന നിരഞ്ജനെ അവർ ശ്രദ്ധിച്ചത്. അവൻ പെട്ടെന്നൊന്ന് ഞെട്ടി. അവൻ കാണാതെ മാറി നിന്ന് അവർ ആരെയോ ഫോൺ ചെയ്തു. "എന്തേ പോയില്ലേ?" ദേവുവിൻ്റെ ചോദ്യം കേട്ട് നിരഞ്ജൻ മനസ്സിലാകാതെ നിന്നു. "എങ്ങോട്ട്?" പിന്നീട് അവന് പിണങ്ങി വന്ന കാര്യം ഓർമ്മ വന്നത്. തൽക്കാലം പോന്നില്ല. എൻ്റെ സ്റ്റാഫിൻ്റെ സെക്യൂരിറ്റി എൻ്റെ ഉത്തരവാദിത്വമാണ്." നിരഞ്ജൻ പറഞ്ഞിട്ട് അവളെ മൈൻഡ് ചെയ്യാതിരുന്നു. "നിരഞ്ജൻ വാ, ട്രെയിൻ എടുക്കാറായി." ദേവു പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ വലിച്ച് മുന്നിലേക്ക് നടന്നു.
എന്നാൽ ദേവുവും നിരഞ്ജനും പ്ലാറ്റ്ഫോമിലെത്തുമ്പോഴേക്കും ട്രെയിനിൻ്റെ അവസാന ബോഗിയും കടന്നുപോയിരുന്നു. റെയിൽവേ സ്റ്റേഷൻ വിജനമായിരുന്നു. ദേവു പേടിയോടെ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ട്രെയിൻ പോയി നിരഞ്ജൻ, ദേവു പകപ്പോടെ പറഞ്ഞു. രാത്രി നേരത്ത് അറിയാത്ത സ്ഥലത്ത് ഒറ്റയ്ക്ക് പെട്ടുപോയ പേടിയായിരുന്നു അവൾക്ക്. പിന്നെ അവൾ അവനെ ദേഷ്യത്തോടെ നോക്കി പറഞ്ഞു, ഡോ, താൻ ഒറ്റ ഒരാൾ കാരണമാ ട്രെയിൻ മിസ്സായത്. ഓ, ഇനി എന്നെ പറ, ഞാൻ പറഞ്ഞോടി നിന്നോട് എന്നെയും തിരക്കി ഇറങ്ങി വരാൻ. നിരഞ്ജനും തിരികെ പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് അങ്ങ് പോയേനെ, താനല്ലേ സി യു സൂൺ എന്നൊക്കെ പറഞ്ഞ് ഇടിച്ചു കയറി വന്നത്. ദേവും വിട്ടുകൊടുക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. ഒടുക്കം നിരഞ്ജൻ പറഞ്ഞു, ശരി, സോറി, നമ്മളിങ്ങനെ നിന്ന് വഴക്കുണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. നീ ഇവിടെ നിൽക്ക്, ഞാൻ പോയി സ്റ്റേഷൻ ഡ്യൂട്ടിയിലുള്ള ആരോടെങ്കിലും അടുത്ത ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട് വരാം. നിരഞ്ജൻ ദേവുവിനോട് പറഞ്ഞിട്ട് എൻക്വയറി ക്യാബിന് നേരെ നടന്നു. അടുത്ത ട്രെയിനിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടെയാണ് സ്റ്റേഷൻ മാസ്റ്റർ കുറച്ചു മാറി നിന്ന് ദേവുവിനെ തുറിച്ചു നോക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. അസമയത്തൊരു പെൺകുട്ടി തനിയെ നിൽക്കുന്നതിലാവാം എന്ന് കരുതി നിരഞ്ജൻ പറഞ്ഞു, ഷീസ് മൈ വൈഫ്. അയാളോട് കുറച്ചുകൂടി സംസാരിച്ചിട്ട് നിരഞ്ജൻ തിരിച്ചു നടന്നു. ഇനി ട്രെയിൻ നാളെ രാവിലെ ഉള്ളൂ. ദേവു ഒന്നും മിണ്ടാതെ നിസ്സഹായതയോടെ അവനെ നോക്കി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവളൊന്നും മിണ്ടാത്തത് കണ്ടവൻ ചോദിച്ചു. ദേവു വീണ്ടും ഒന്നും മിണ്ടിയില്ല. പിന്നെ അവൻ അവളെയും കൂട്ടി നടന്ന് പുറത്തെ വെയിറ്റിംഗ് ഷെഡിലെത്തിയിരുന്നു. എടോ, താനെന്താ ഫ്ലൈറ്റിന് പോകാത്തത്? ട്രെയിനിന് പോയാൽ നാളെ ഉച്ച കഴിയില്ലേ അവിടെ എത്തുമ്പോൾ? നിരഞ്ജൻ എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതി ചോദിച്ചു. അതെ, എനിക്ക് ഫ്ലൈറ്റ് പേടിയാ. 2-3 തവണ കയറിയിട്ടുണ്ട്. അത് അച്ഛൻ്റെ കൂടെയാ. അച്ഛൻ്റെ കൂടെ പോകാൻ എനിക്ക് പേടിയില്ല. ദേവു അച്ഛനെ ഓർത്തു. അറിയാതെ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു. അത് മനസ്സിലാക്കിയപ്പോൾ നിരഞ്ജൻ തോളിലൂടെ കയ്യെത്തി അവളെ ചേർത്ത് പിടിച്ചു. ദേവു, തനിക്ക് അച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു അല്ലേ? ദേവു പതിയെ ഒന്ന് മൂളി. അച്ഛൻ അവൾക്ക് ആരായിരുന്നു എന്ന് പറയാൻ സാധിക്കില്ല. അത്രയ്ക്കും അവളിൽ പതിഞ്ഞിരുന്നു സുദേവ് നായർ എന്ന അവളുടെ അച്ഛൻ. നിരഞ്ജൻ ദേവുവിനോട് പറഞ്ഞു, എടോ, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പറയാനൊന്നും എനിക്കറിയില്ല. അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങി എയർപോർട്ടിൽ നിന്നപ്പോൾ അമ്മാവൻ എനിക്ക് തൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നിരുന്നു. ആ ഫോട്ടോ, അതാണ് എനിക്ക് ആദ്യമായി തന്നെ കാണിച്ചു തന്നത്. അവൻ ഫോണെടുത്ത് അവൾക്ക് കാണിച്ചു കൊടുത്തു. വാൾപേപ്പറിൽ പുഞ്ചിരി തൂകുന്ന ദേവുവിൻ്റെ ഫോട്ടോ. അത് കണ്ടതും അവളുടെ കണ്ണൊന്നും ഇഴിഞ്ഞു. പിന്നെ നാട്ടിൽ വെച്ച് അച്ചുവിൻ്റെ വീട്ടിൽ തന്നെ കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. അത്രയും വലിയൊരു തറവാടൊക്കെയുള്ള കുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. നിരഞ്ജൻ കുസൃതി ചിരിയോടെ ചിരിച്ചു. ദേവു അത് കേട്ട് കളിയോടെ അവനെ നുള്ളി. അല്ല, ഈ അച്ചുവേട്ടനുമായിട്ട് വലിയ കൂട്ടാണോ? പിന്നെ കല്യാണത്തിന് കണ്ടില്ലല്ലോ. അവളുടെ ചോദ്യം കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു തുടങ്ങി. 5 വയസ്സുള്ളപ്പോഴാ ഞാൻ ഹൈദരാബാദിലേക്ക് പോയത്. പിന്നെ അവിടെ നിന്നും 15 വയസ്സുള്ളപ്പോൾ US-ലേക്കും. ആദ്യമൊക്കെ ഉണ്ടായിരുന്ന റൂംമേറ്റ്സ് അവിടെയുള്ളവരായിരുന്നു. ആരോടും അധികം ബന്ധമില്ല. ജസ്റ്റ് ഹായ് ബൈ റിലേഷൻ, അത്രയേ ഉള്ളൂ. പിന്നീട് ഡിഗ്രി സമയത്ത് ഞാൻ കോളേജ് ഹോസ്റ്റലിലോട്ട് മാറി. പക്ഷെ അവിടെ എൻ്റെ റൂംമേറ്റ്സ് മലയാളികളായിരുന്നു. പക്ഷെ ചില സമയത്ത് നമ്മൾ മലയാളികൾക്ക് വെറും അഹങ്കാരമാവും കേട്ടോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാറി. പിന്നീട് ഒരു PGയിലായിരുന്നു താമസം. അവിടെ നിന്നാണ് ഞാൻ ആദ്യം അശ്വിനെ കാണുന്നത്. ആദ്യമൊന്നും ഞാൻ മിണ്ടാറേ ഇല്ലായിരുന്നു. പക്ഷെ പതിയെ പതിയെ അവൻ എൻ്റെ ഉള്ളിൽ കീഴടക്കി. എനിക്കാദ്യമൊക്കെ അമ്മയും അച്ഛനെയും ഓർത്തായിരുന്നു വിഷമം. അമ്മ എന്നെ സ്നേഹിക്കുന്നില്ല എന്നോർത്ത് ഞാൻ കരയുമായിരുന്നു. എത്രയോ വട്ടം അവൻ്റെ തോളിൽ കിടന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഇന്ന് നിതാര വെറുക്കുന്നതിൻ്റെ 1000 ഇരട്ടി ഞാൻ അവരെ വെറുത്തിട്ടുണ്ട്. നിരഞ്ജൻ ഒരല്പസമയം നിശബ്ദനായി. ദേവു അവൻ്റെ തോളിലേക്ക് തല ചായ്ച്ചിരുന്നു. അങ്ങനെയിരിക്കെ അച്ചുവിൻ്റെ കല്യാണമായി. ഞാനൊരാഴ്ച ലീവൊക്കെ എടുത്ത് വരാനിരുന്നതാ. പക്ഷേ വരുന്നതിൻ്റെ തലേന്ന് ഞാൻ വാഷ്റൂമിൽ സ്ലിപ്പായി ഒന്ന് വീണു. കാലിന് 2 ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ആയിടയ്ക്ക് 6 മാസം ഞാൻ നാട്ടിലുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വീട്ടിലവസ്ഥയും അച്ഛൻ്റെ നിസ്സഹായാവസ്ഥയും മനസ്സിലായത്. നിന്റെ ബ്രദർ ഇൻ ലോ ഉണ്ടല്ലോ, നല്ല ആളാ. കല്യാണം കഴിഞ്ഞ് ഞാൻ അവൻ്റെ വീട്ടിൽ ചെന്നിരുന്നു. അവൻ മിണ്ടിയില്ല. ഒടുക്കം ഞാനവന് എൻ്റെ കാലിൻ്റെ എക്സ്റേയും മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാണിച്ചു കൊടുത്തിട്ടാ അവൻ എന്നെ ഒന്ന് വിശ്വസിച്ചത്. ദേവു പൊട്ടിപ്പൊട്ടി ചിരിച്ചു. നിരഞ്ജനും കൂടെ ചിരിച്ചു. അപ്പോഴാണ് അവരുടെ മുന്നിലേക്ക് 4-5 ആളുകൾ വന്നു നിന്നത്. നേരത്തെ ഇരുട്ടിൻ്റെ മറവിൽ നിന്ന അതേ ആളുകൾ തന്നെ. മുടിയും താടിയും നീട്ടി വളർത്തിയ സാമൂഹ്യ വിരുദ്ധരെ പോലെ തോന്നിച്ചു അവരെ കാണാൻ. നിരഞ്ജൻ അവരെ സൂക്ഷിച്ചൊന്ന് നോക്കി. ദേവു ഭയത്തോടെ നോക്കിയിട്ട് എഴുന്നേറ്റു.
നിരഞ്ജനും അവൾക്കൊപ്പം എഴുന്നേറ്റു. എന്താണെന്ന ഭാവത്തിൽ അവൻ നോക്കുന്നത് കണ്ട് അതിലൊരുത്തൻ പറഞ്ഞു, നിന്നെ കൊന്നു തള്ളാനാ ചെട്ടിയാരുടെ ഓർഡർ. ദേവു പകപ്പോടെ അവനെ ഒന്ന് നോക്കി. എന്നാൽ നിരഞ്ജന്റെ കണ്ണുകളിൽ ഭയം ഒരു കണിക പോലുമില്ലായിരുന്നു. രാത്രി നേരം വളരെ വൈകിട്ടും നന്ദൻ ഉറങ്ങിയിരുന്നില്ല. ബെഡ്റൂമിലേക്ക് കാണാത്തതുകൊണ്ട് അയാളുടെ ഭാര്യ പ്രഭ ടെറസിലേക്ക് കയറി ചെന്നു. ടെറസിലിരുന്ന് സിഗരറ്റ് പുകച്ച് തള്ളുകയായിരുന്നു അയാൾ. ആകാശത്തിലേക്ക് നോക്കി നിന്നിരുന്ന അയാൾക്കടുത്തേക്ക് വന്നിട്ട് പ്രഭ പറഞ്ഞു, എന്താ നന്ദ ഇത്? എന്തിനാ ഇങ്ങനെയും സ്മോക്ക് ചെയ്യുന്നേ? ഇപ്പൊ എന്താ ഇത്രയും ടെൻഷൻ? നന്ദൻ സിഗരറ്റ് പുറത്തേക്ക് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഉറങ്ങിയില്ലേ? ഇല്ല. പ്രഭ അവന്റെ പ്രവൃത്തികളും ചോദ്യങ്ങളും ഇഷ്ടമാകാത്തതുപോലെ പറഞ്ഞു, എനിക്ക് നന്ദൂട്ടെ ഓർമ്മ വരുന്നു പ്രഭ. അവളെന്ത് പാവമായിരുന്നെന്ന് നിനക്കറിയില്ലേ? നന്ദൻ പറയുന്നത് കേട്ട് പ്രഭ ഈർഷ്യയോടെ കണ്ണുകൾ അടച്ചു. മതി നന്ദനെ മരിച്ചിട്ടിപ്പോ എത്ര വർഷമായി? അവളുടെ വിധി. ദൈവം അവൾക്കത്രയും ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് കരുതാൻ നമുക്കിനി. അല്ലാതെന്ത് ചെയ്യാൻ പറ്റും? വെറുതെ ഒരു കുട്ടിയുടെ കൂടെ ജീവിതം നശിപ്പിക്കാമെന്നല്ലാതെ വിട്ട് കളയുന്നെന്താ? പ്രഭയുടെ വാക്കുകൾ തീമഴ പോലെയാണ് അവന് തോന്നിയത്. അവൻ ദേഷ്യത്തോടെ മുഷ്ടി ചുരട്ടി. എന്നിട്ട് കാറ്റുപോലെ തിരിഞ്ഞവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. മിണ്ടരുത് നീ. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ആരുടെ ഉപദേശം എനിക്കറിയണ്ട, കേൾക്കണ്ട. അയാൾ കൈയെടുത്തതും പ്രഭ നിറഞ്ഞ കണ്ണുകൾ ഒളിപ്പിച്ചുകൊണ്ട് വേഗം മുറിയിലേക്ക് ഓടി. നന്ദൻ അടുത്ത സിഗരറ്റ് എടുത്ത് കത്തിച്ചു. നിതാര, ഹൗ ആർ യു മൈ ഡിയർ? അയാളുടെ ചുണ്ടിൽ ക്രൂരമായ പുഞ്ചിരി വിടർന്നു. നിരഞ്ജൻ ശിഖന്യെ ഒന്ന് നോക്കി. അവളും അവനെ നോക്കിയിട്ട് മുന്നിൽ നിൽക്കുന്ന ഗുണ്ടകളെ നോക്കി. ദേവു, തനിക്ക് പേടിയുണ്ടോ? അവൾ തല വിലങ്ങനെ ചലിപ്പിച്ചു. ഇല്ല എന്ന അർത്ഥത്തിൽ. നിരഞ്ജൻ ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ മുന്നിലേക്ക് 2 ചുവട് വെച്ചു. മുന്നിൽ നിന്നവൻ കയ്യിൽ ഒളിപ്പിച്ച കത്തി പുറത്തെടുത്ത് അവന്റെ നേരെ വീശി. നിലാവെളിച്ചത്തിൽ കത്തിമുന തിളങ്ങി. നിരഞ്ജൻ ബലിഷ്ഠമായ കൈ കൊണ്ടവന്റെ കത്തിയെ തടഞ്ഞു. കത്തി പിടിച്ചിരുന്നവന്റെ കൈത്തണ്ടയിൽ നിരഞ്ജന്റെ കൈ മുറുകി. അവൻ വേദന കൊണ്ട് പിടഞ്ഞു. നിരഞ്ജൻ ഇടംകാലുയർത്തി അവന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അവൻ അന്തരീക്ഷത്തിൽ ഉയർന്ന് പിന്നിലേക്ക് തെറിച്ചുപോയി. അത് കണ്ട് രണ്ടാമത്തവൻ കലിയോടെ അവന് നേരെ പാഞ്ഞെടുത്തു. നിരഞ്ജന്റെ ഓരോ നീക്കങ്ങളും വളരെയധികം പരിചയമുള്ളൊരു യോദ്ധാവിനെ പോലെ ആയിരുന്നു. അത് കണ്ട് ദേവു പോലും അത്ഭുതപ്പെട്ടുപോയി. സദാസമയവും സമാധാനം നിഴലിക്കുന്ന മുഖവുമായി നടക്കുന്ന നിരഞ്ജനാണോ ഇത്? അങ്ങനെ അവൾ ചിന്തിച്ചു നിൽക്കെ ദേവുവിൻ്റെ തലമുടിയിലേക്ക് ഒരുവന്റെ പിടി വീണു. അവൾ പകപ്പോടൊരു നിമിഷം ഭയന്നുപോയി. എന്നാൽ തൊട്ടടുത്ത നിമിഷം ആ പിടിച്ചവൻ വായുവിൽ ഉയർന്ന് നിലത്തേക്ക് വീണു. തൻ്റേതല്ലാത്ത ആ നീക്കത്തിൽ നിരഞ്ജൻ ഒരു നിമിഷം ഒന്ന് നിന്നു. എന്നിട്ട് പതിയെ തിരിഞ്ഞു നോക്കി. നിലത്ത് വീണവന്റെ നെഞ്ചിൽ കളരിമുറകളിലെ അടവ് പോലെ കാലുറപ്പിച്ച് ചവിട്ടി നിൽക്കുന്ന ശിഖന്യ. എടാ, അവൾ കളരിയാടാ. മുത്തശ്ശൻ സകല അടവുകളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മുൻപെപ്പോഴോ അച്ചു പറഞ്ഞതവൻ വേഗം ഓർത്തു. പിന്നീട് അങ്ങോട്ട് ഓരോ ചുവടും ദേവുവും നിരഞ്ജനും ഒന്നിച്ചായിരുന്നു. അധികം വൈകാതെ കൊല്ലാൻ വന്നവർ ജീവനും കൊണ്ടോടി രക്ഷപ്പെട്ടു. അവർ കണ്ണിൽ നിന്നോടി മറയുന്നത് നോക്കി നിന്ന ദേവു നിരഞ്ജനോട് ചോദിച്ചു, ആരാ നിരഞ്ജൻ അവർ? കൊല്ലാൻ വരാൻ മാത്രം ശത്രുക്കളോ? നിരഞ്ജനൊന്നും മിണ്ടിയില്ല. എന്താണ് അവളോട് പറയുക? കുറച്ചു മുൻപ് റോഷൻ പറഞ്ഞതൊക്കെയും അവൻ ഓർമ്മ വന്നു. ദേവു മിണ്ടാതെ വന്നവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. എന്നെ ഇഷ്ടമാണോ? അവനോട് പതിയെ, വളരെ പതിയെ അവൾ ചോദിച്ചു. നിരഞ്ജൻ അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി മൂളി. ശരിക്കും? ദേവു ഒന്നുകൂടി ചോദിച്ചു. വിശ്വാസമില്ലേ നിനക്കെന്നെ? എനിക്കിഷ്ടമാണ് നിന്നെ, ഒരുപാട് ഒരുപാട് ഒരുപാട്. ദേവു മറുത്തൊന്നും പറഞ്ഞില്ല. അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് കണ്ണുകൾ മുറുക്കി അടച്ചു. അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. അതവൻ്റെ നെഞ്ചി നനച്ചു. നിരഞ്ജൻ പതിയെ ദേവുവിനെ ചേർത്ത് പിടിച്ചു. ദേവു, തനിക്കെന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ടടോ, ഞാൻ തന്നെ നിർബന്ധിക്കൊന്നുമില്ല. അവൻ ഇടറിയ ശബ്ദത്തോടെ പറയുന്നത് കേട്ട് ദേവു പതിയെ പറഞ്ഞു. ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പറയാൻ എനിക്ക് പേടിയായിരുന്നു മാഷേ, പക്ഷേ ഇനിയും വയ്യ. ദേവു പോലും അറിയാതെയാണ് അത്രയും പറഞ്ഞു പോയത്. നിരഞ്ജൻ ഒന്ന് പുഞ്ചിരിച്ചു. ആർക്കും ഒന്നും ചെയ്യാൻ ഇനി സാധിക്കില്ല എന്നതുപോലെ അവൻ അവളെ ഒന്നുകൂടി മുറുക്കി ചേർത്ത് പിടിച്ചു. ദേവൻ രാത്രി കുറച്ച് നേരത്തെ വന്നു. ദേവു നാട്ടിൽ പോവുകയാണെന്ന് നിതാര ഫ്ലാറ്റിൽ ഒറ്റയ്ക്കാണെന്നും ദേവനെ വിളിച്ചു പറഞ്ഞിരുന്നു.
അതുകൊണ്ട് തന്നെയാണ് കുറച്ചധികം തിരക്കുകളുണ്ടായിട്ടും ദേവൻ വേഗം ഫ്ലാറ്റിലെത്തിയത്. 2-3 തവണ കോളിംഗ് ബെൽ അടിച്ചിട്ടും തുറക്കാത്തത് കണ്ട് അവൻ കയ്യിലുണ്ടായിരുന്ന സ്പെയർ കീ ഉപയോഗിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി. കയ്യിൽ കെട്ടിയ വാച്ചിലേക്ക് അവൻ നോക്കി. സമയം 8 ആകുന്നതേ ഉള്ളൂ. ഇത്ര വേഗം കിടന്നുറങ്ങിയോ ഈ തുമ്പിപ്പെണ്ണ്? സ്വയം ഓരോന്നാലോചിച്ച് അവൻ വെറുതെ ദേവുവിൻ്റെ മുറിയുടെ തുറന്നു കിടന്ന വാതിലിലൂടെ ഉള്ളിലേക്ക് നോക്കി. കട്ടിലിൽ അവൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതെവിടെ പോയി എന്ന് ചിന്തിച്ചവൻ തിരിഞ്ഞു പോകാൻ ഒരുങ്ങുമ്പോഴാണ് കട്ടിലിൻ്റെ മറുവശത്ത് നിലത്ത് ചുരുണ്ടുകൂടിയിരിക്കുന്ന ഒരു രൂപം അവൻ്റെ കണ്ണിൽ പെട്ടത്. സംശയത്തോടെ അവൻ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ നിലത്ത് ബെഡിനും ചുമരിനും ഇടയ്ക്ക് കാൽമുട്ടുകൾക്കിടയിൽ മുഖം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിതാര. അവളുടെ മുടിയെല്ലാം മുന്നിലേക്ക് വീണ് കിടക്കുന്നു. ആകെ ചുരുണ്ടുകൂടിയിരിക്കുന്ന അവൾ ചെറുതായി വിറയ്ക്കുന്നുമുണ്ട്. ദേവൻ സംശയത്തോടെ അവൾക്കടുത്തേക്ക് ചെന്നിരുന്നു. നിതാര, എടോ, എന്താടോ, തനിക്ക് വയ്യേ? ചോദിച്ചിട്ടും അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് ദേവൻ പതി അവളുടെ കയ്യിൽ പിടിച്ചു. പൊടുന്നനെ നിതാര ശ്രീദേവിൻ്റെ നെഞ്ചിലേക്ക് വീണു. അവളുടെ വിറയ്ക്കുന്ന ചൂട് ശരീരം അവൻ്റെ ദേഹത്തോട് അമർന്നു. പെട്ടെന്ന് ദേവനൊന്ന് പരുങ്ങിപ്പോയി. പക്ഷെ തൊട്ടടുത്ത നിമിഷം അവൻ തിരിച്ചറിഞ്ഞു, പൊള്ളുന്ന പനിയാണ്. ദേവു ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നാണല്ലോ പറഞ്ഞത്. ദേവൻ പതിയെ അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് കിടത്തി. എന്നിട്ടും പാതി ബോധത്തിൽ അവൾ അവൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിട്ടിരുന്നില്ല. ദേവൻ പതിയെ ആ കൈവിരകളിൽ എടുത്ത് മാറ്റിയിട്ട് പുതപ്പെടുത്ത് അവളെ നന്നായി ഒന്ന് പുതപ്പിച്ചു. എന്നിട്ട് നേരെ അടുക്കളയിലേക്ക് പോയി കട്ടൻ കാപ്പി അടുപ്പത്ത് വെച്ചിട്ട് അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് അവൻ തണുത്ത വെള്ളത്തിൽ ഒരു തുണി നനച്ചുകൊണ്ട് നിതാരയുടെ നെറ്റിലേക്ക് വച്ചു. കട്ടൻ തിളച്ചു വന്നപ്പോൾ ഒരു പാക്കറ്റ് ബ്രെഡും എടുത്ത് അവൻ അവൾക്ക് അടുത്തേക്ക് നടന്നു. നിതാര, എഴുന്നേറ്റേ. അവൻ പതിയെ തന്നെ അവളെ പിടിച്ച് ബെഡിലേക്ക് ചാരിയിരുത്തി. നിതാര ഭാരം തൂങ്ങിയ കണ്ണുകളോട് പ്രയാസത്തോടെ വലിച്ചു തുറന്നു. ദേവൻ പതിയെ കട്ടൻ കാപ്പിയുടെ കപ്പ് അവളുടെ ചുണ്ടോട് ചേർത്ത് പിടിച്ചു കൊടുത്തു. 2 ബ്രെഡ് കഴിച്ചപ്പോഴേക്കും അവൾ വേണ്ടെന്ന് പറഞ്ഞു. മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ അവൾക്ക് നല്ല സങ്കോചമുണ്ടായിരുന്നു. ദേവൻ തന്നെ മേശപ്പുറത്തിരുന്ന ടാബ്ലറ്റ് നോക്കി പൊട്ടിച്ച് അവൾക്ക് കഴിക്കാൻ കൊടുത്തു. അതും കഴിച്ചവൾ ഉറങ്ങുന്നത് നോക്കിയിട്ടാണ് ദേവൻ ലൈറ്റ് ഓഫ് ചെയ്ത് മുറിയിലേക്ക് പോയത്. NN ഗ്രൂപ്പ്സ് ഓഫ് കമ്പനീസ് ഹെഡ് ഓഫീസ്. CEO ചെയറിലിരുന്ന് ഒരു ഫയൽ നോക്കുകയായിരുന്നു നന്ദൻ. അയാളുടെ മുന്നിലിരുന്ന ടേബിളിൽ സ്വർണ്ണ ലിപികളിലിരുന്ന നെയിം ബോർഡ് തിളങ്ങി. നന്ദിത് പ്രഭാകര വർമ്മ, CEO ഓഫ് NN ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അപ്രതീക്ഷിതമായി മുന്നറിയിപ്പൊന്നുമില്ലാതെ വാതിൽ തുറന്ന് ആരോ കയറി വരുന്നത് കണ്ട് നന്ദൻ കോപത്തോടെ ചാടി എഴുന്നേറ്റു. പക്ഷേ വന്ന ആൾ അധികാരത്തോടെ മുന്നിലിരുന്ന കസേരയിലിരുന്ന് കാലിന്മേൽ കാൽ കയറ്റി വെച്ചിരുന്നു. നന്ദൻ ഒരു നിമിഷം നിശബ്ദനായി മറുത്തൊന്നും പറയാതെ അവൻ ചെയറിലിരുന്നു. എന്താ അങ്കിൾ പെട്ടെന്ന്, ഒരു മുന്നറിയിപ്പുമില്ലാതെ? അയാളൊന്നും സംസാരിക്കാതെ ടേബിളിലിരുന്ന മാഗസീൻ മറിച്ചു നോക്കിക്കൊണ്ടിരുന്ന അയാളോട് മടിച്ചവൻ ചോദിച്ചു. ഒന്നുമില്ല മോനെ, മോനെ കണ്ടിട്ട് കുറച്ചായില്ലേ? എന്തായി നിതാരയുടെ കാര്യം? പിടി കിട്ടിയോ അവളെ? അങ്കിൾ ടേബിളിൽ തന്നെ മാഗസീൻ മടക്കി വെച്ച് മുഖം പ്രസന്നമാക്കി അവനോട് ചോദിച്ചു. ഇല്ല, ഒരു രക്ഷയുമില്ല. വിളിച്ചാൽ ഫോൺ എടുക്കില്ല. കുറച്ച് വീഡിയോ ഒക്കെ കാണിച്ച് ഭീഷണിപ്പെടുത്തി നോക്കി, അതിലും നിൽക്കുന്നില്ല. അവൾക്ക് പഴയ പോലെ ഒരു ഭയമില്ല. എന്ത് സംഭവിച്ചാലും നേരിടുമെന്നൊരു ഭാവം. നന്ദൻ നിരാശയോടെ പറഞ്ഞു. അവളെ വീണ്ടും ലഹരിക്കടിമയാക്കി ഭ്രാന്തിയാക്കാൻ സാധിക്കാത്ത ദുഃഖം അവനിൽ അലയടിച്ചു. അതവിടെ നിൽക്കട്ടെ, മോൻ പ്രഭയെ ഉപദ്രവിച്ചോ? പൊടുന്നനെ പ്രസന്നമായിരുന്ന അയാളുടെ മുഖമിരുണ്ടു. അത് മനസ്സിലാക്കിയ പോലെ നന്ദൻ വിളറി. പ്രഭയുടെ മുഖമൊന്നു മാറിയാലാണല്ലോ അവളുടെ അച്ഛന് സഹിക്കാത്തത്. ബാക്കി എന്ത് ചെറ്റത്തരത്തിനും അയാൾ കൂട്ടുനിൽക്കും. മോനെ, പ്രഭയെ തുടരുത്. അവൾ അവളുടെ അമ്മയെ പോലെയാ. ഈ ബിസിനസ്സും തന്ത്രവുമൊന്നും അവൾക്കറിയില്ല. പാവമാ. അതുകൊണ്ടാ അവൾ നിതാരയുടെ കാര്യത്തിൽ മനസ്സലിവ് കാണിക്കുന്നത്. അയാൾ പറഞ്ഞിട്ട് എഴുന്നേറ്റു. നന്ദൻ ഒന്നും പറഞ്ഞില്ല. ഇന്നലെ പ്രഭയെ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഉപദ്രവിച്ചപ്പോഴേ ഓർത്തിരുന്നു ഇയാളുടെ വരവ്. എഴുന്നേറ്റ് ക്യാബിൻ ഡോർ വരെ പോയ ആജാനുബാഹു തിരിഞ്ഞു നിന്ന് അവനോട് പറഞ്ഞു. എത്രയൊക്കെ ആയാലും നിതാര അവളുടെ ചോരയല്ലേ? എത്രയൊക്കെ ആയാലും രക്തത്തെ തിരിച്ചറിയുമെന്നാണ്. അവളത് മനസ്സിലാക്കാതിരിക്കുന്നിടത്തോളം നമ്മൾ സേഫാണ്. അയാൾ ഇറങ്ങിപ്പോയതും നന്ദൻ എങ്ങനെയാണ് തൻ്റെ പക പ്രഭയിലും കുത്തിവയ്ക്കുക എന്നറിയാതെ ഇരുന്നു പോയി.